ഫങ്ഷൻസ് എന്ന് പറയുന്ന പാഠത്തെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ ചാപ്റ്റർ ആണ്. അതിൽ ടൈപ്സ് ഓഫ് റിലേഷൻസ് നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു അല്ലേ? ടൈപ്സ് ഓഫ് റിലേഷൻസ് പഠിച്ചു. ഏതൊക്കെയാണെന്ന് പഠിച്ചു അല്ലേ? ഏതൊക്കെയാണ്? എം ടി റിലേഷൻസ്, യൂണിവേഴ്സൽ റിലേഷൻസ്, പിന്നെ എന്താണ് റിഫ്ലെക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ് അല്ലേ? അപ്പൊ ഇത്തരത്തിലുള്ള റിലേഷൻസ് നിങ്ങൾ പഠിച്ചു. ഓക്കെ, എന്താണ് റിലേഷൻസ് എന്നൊക്കെ നമുക്ക് അറിയാം. +1 പഠിച്ചതാണ്. കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഭാഗത്ത് പഠിക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ഫങ്ഷൻസ് ആണ് അല്ലെ? ഏതൊക്കെ തരം ഫങ്ഷൻസ് അല്ലെ? നിങ്ങൾ +1 റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ഐഡന്റിറ്റി ഫംഗ്ഷൻ, സിഗ്നം ഫംഗ്ഷൻ, മോഡുലസ് ഫംഗ്ഷൻ, റാഷണൽ ഫംഗ്ഷൻ അല്ലെ? അങ്ങനെ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ, അങ്ങനെ ഫംഗ്ഷൻസ് പഠിച്ചു അല്ലെ? എന്നാൽ നമ്മൾ ഇപ്പോൾ പഠിക്കാൻ പോകുന്നത് ആ ഫംഗ്ഷനോ ഗ്രാഫോ അല്ല, ടൈപ്സ് ഓഫ് ഫംഗ്ഷൻസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ഭാഗത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ഫംഗ്ഷൻസ്. ഓക്കെ, നമുക്ക് നോക്കാം ടൈപ്സ് ഓഫ് ഫംഗ്ഷൻസ്. ഒന്നാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് 1 1. എന്താണ് ഒന്നാമത്തെ എന്ന് പറയുന്നത്? 1 1. അതിന്റെ മറ്റൊരു പേരാണ് ഇൻജെക്റ്റീവ്. ഓക്കെ, അതിന്റെ മറ്റൊരു പേരാണ് ഇൻജെക്റ്റീവ്. രണ്ടാമത്തെ ഫംഗ്ഷൻ ആണ് ഓൺ ടു. അതിന്റെ മറ്റൊരു പേരാണ് സർജക്റ്റീവ്. മൂന്നാമതായിട്ട് നമ്മൾ പഠിക്കുന്നു, അത് ആക്ച്വലി ഇത് രണ്ടും ആണെങ്കിൽ 1 1 ഉം ഓൺ 2 ആണെങ്കിൽ ആ ഫംഗ്ഷൻ നമ്മൾ പറയുന്ന പേരാണ് 1 1 ആൻഡ് ഓൺ 2 എന്ന് പറയും. ഓക്കെ, അതിനെ ബൈജക്റ്റീവ് എന്ന് പറയും. അപ്പൊ നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം എന്താണ് 1 1 അല്ലെ? ടൈപ്സ് ഓഫ് ഫംഗ്ഷൻസ് ആണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ എന്താണ് 1 1 എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, 1 1 അതിന്റെ മറ്റൊരു പേരാണ് ഇൻജെക്റ്റീവ്. ഓക്കെ, ഞാൻ തൽക്കാലം നോക്കാം. അതായത് ഇപ്പോൾ 2 സെറ്റുകളുണ്ട്. ഓക്കെ, ആ സെറ്റ്, ഒന്നാമത്തെ സെറ്റ് എക്സ് എന്ന് പറയുന്ന സെറ്റ്, രണ്ടാമത്തെ സെറ്റ് വൈ എന്ന് പറയുന്ന സെറ്റ്. എക്സിൽ നിന്നും വൈയിലേക്ക് എന്തൊക്കെയോ റിലേഷൻ പറയുന്നു. ഓക്കെ, നമുക്ക് ഫംഗ്ഷൻ അറിയാമല്ലോ. ഒരു പർട്ടിക്കുലർ ടൈപ്പ് റിലേഷൻ ആണ് നമ്മൾ എന്ന് പറയുന്നത് ഫംഗ്ഷൻ എന്ന് പറയും. ഓക്കെ, ഏതെങ്കിലും പർട്ടിക്കുലർ ആയിട്ടുള്ള അല്ലെങ്കിൽ സ്പെഷ്യൽ കൈൻഡ് ഓഫ് റിലേഷൻസിനാണ് നമ്മൾ എന്ത് പറയും? ഫംഗ്ഷൻസ് എന്ന് പറയും. അപ്പോൾ എക്സിൽ നിന്ന് വൈയിലേക്കുള്ള എന്തൊക്കെയോ റിലേഷൻസ് പറഞ്ഞിട്ടുണ്ട്. അത് വെച്ചുകൊണ്ട് നമ്മൾ എന്ത് വരച്ചിട്ടുണ്ട്? ഒരു ആരോ ഡയഗ്രം വരച്ചിട്ടുണ്ട്. ഇങ്ങനെ വരയ്ക്കുന്നതിന് നമ്മൾ ആരോ ഡയഗ്രം +1 പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ആരോ ഡയഗ്രം വരച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ എഴുതിയിരുന്നാൽ ഇതിന്റെ അർത്ഥം f from x to y അല്ലെ? എ ഫംഗ്ഷൻ f from x to y എന്നാണ് ഇതിന്റെ അർത്ഥം അല്ലെ? അതായത് ഒരു ഫംഗ്ഷൻ എന്നുള്ള ഫംഗ്ഷൻ ഉണ്ട്, എക്സിൽ നിന്ന് വൈയിലേക്ക് പറയുന്ന ഫംഗ്ഷൻ, അതാണ് ഇതിന്റെ അർത്ഥം. അപ്പോ എ ഫംഗ്ഷൻ f from x to y എന്ന് പറയാം. എക്സിൽ നിന്നും വൈയിലേക്ക് പറയുന്ന ഒരു ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കാം എക്സിലെ എലമെന്റ്സ് ആരൊക്കെയെന്ന് നോക്കാം. എക്സിലെ എലമെന്റ്സ് 4 പേരാണ്. 1 2 3 4 അല്ലെ? 1 2 3 4. വൈയിലെ എലമെന്റ്സും 4 പേരാണ്. എ ബി സി ഡി. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുന്നതേ ഉള്ളൂ, മനസ്സിലാക്കാൻ എളുപ്പത്തിന് പറയുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എന്താണ് ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ എന്താണ് 1 1 എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 1 1 പേരിൽ തന്നെയുണ്ട്. അതായത് ഇത്രേ ഉള്ളൂ, ഒരു എക്സിലെ ഒരു എലമെന്റ് അല്ലെ നമ്മൾ എടുക്കുന്ന ഒരു ഫംഗ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും 1 1 ആവണമെന്നുള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിലെ എല്ലാ എലമെന്റ്സിനും y എന്ന് പറയുന്ന സെറ്റിൽ അല്ലെ, അപ്പുറത്തെ സെറ്റാണ് y എന്ന് പറയുന്നത് അല്ലെ, x എന്ന് പറയുന്ന സെറ്റിലെ എല്ലാ എലമെന്റ്സിനും y എന്ന് പറയുന്ന സെറ്റിലെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള എലമെന്റ്സ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഇമേജസ് ഉണ്ടായിരിക്കണം. ഓക്കെ, ഇവിടെ 1ന്റെ ഇമേജ് ആണ് a, 2ന്റെ ഇമേജ് ആണ് c, 3ന്റെ ഇമേജ് ആണ് b, 4ന്റെ ഇമേജ് ആണ് d. ഓക്കെ, അപ്പോൾ നമ്മൾക്കറിയാം ഇത്രയേ ഉള്ളൂ. എക്സ് എന്ന് പറയുന്ന സെറ്റിൽ അല്ലെങ്കിൽ ആദ്യത്തെ ഒന്നാമത്തെ സെറ്റിലെ x എന്ന് പറയുന്ന സെറ്റിലെ എല്ലാ എലമെന്റ്സിനും, പ്രധാനപ്പെട്ടതാണ്, എല്ലാ എലമെന്റ്സിനും y എന്ന് പറയുന്ന സെറ്റില് എന്ത് വേണം? ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് അല്ലെ, ഡിഫറെന്റ് ആയിട്ടുള്ള ഇമേജസ് ഉണ്ടായിരിക്കണം. ഓക്കെ, ഇവിടെ 1ന്റെ ഇമേജ് ആണ് a എന്ന് പറയാം. തിരിച്ചു പറഞ്ഞാൽ എയുടെ പ്രീ ഇമേജ് ആണ് 1 എന്ന് പറയാം അല്ലെ. 2ന്റെ ഇമേജ് ആണ് c. തിരിച്ചു പറഞ്ഞാൽ c യുടെ പ്രീ ഇമേജ് ആണ് 2 എന്ന് പറയാം. 3ന്റെ ഇമേജ് ആണ് b. തിരിച്ചു പറഞ്ഞാൽ b യുടെ പ്രീ ഇമേജ് ആണ് 3 എന്നൊക്കെ പറയാം. ഓക്കെ, ശരി. നമുക്കിത് എഴുതുന്ന സമയത്ത് നമ്മൾ ഓർഡേർഡ് പേരായിട്ടൊക്കെയാണ് എഴുതുന്നത്. 1a 2c 3b 4d അങ്ങനെയൊക്കെ നമ്മൾ എഴുതുന്നത് അല്ലേ? അപ്പൊ നമുക്കറിയാം. അപ്പൊ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ അറിയാം ഈ ഫംഗ്ഷൻ 1 1 ആണോ അല്ലയോ അല്ലെ? 1 1 ആണ്. എന്തുകൊണ്ട്? ഇവിടെ നമ്മൾ നോക്കുമ്പോൾ 1ന് അവിടെ ഒരു ഇമേജ് ഉണ്ട് അല്ലെ, 2ന് ഇമേജ് ഉണ്ട്, 3ന് ഇമേജ് ഉണ്ട്, 4ന് ഇമേജ് ഉണ്ട് അല്ലെ? അപ്പൊ എക്സിലെ എല്ലാ ആൾക്കാർക്കും അവിടെ ഇമേജ് ഇല്ലേ അല്ലെ? മാത്രവുമല്ല ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഇമേജസ് അല്ലേ? കാരണം 1ന്റെ ഇമേജ് അല്ലല്ലോ 2ന്, 2ന്റെ ഇമേജ് അല്ലല്ലോ 3ന് അല്ലേ? അപ്പൊ ഓരോരുത്തർക്കും ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഇമേജസ് ഉണ്ടായിരിക്കണം അല്ലെ? അങ്ങനെയാണെങ്കിൽ ആ ഫംഗ്ഷന് നമുക്ക് എന്തെന്ന് പറയാം? അതൊരു 1 1 ഫംഗ്ഷൻ ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. എക്സിലുള്ള എല്ലാ എലമെന്റ്സിനും വൈയിൽ എന്തുണ്ടായിരിക്കണം?
ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഇമേജസ് ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഫംഗ്ഷൻ 1 1 ആണ് നമുക്ക് പറയാം. ഓക്കെ, എക്സാമ്പിൾ ജസ്റ്റ് നോക്കാം. ഇപ്പോൾ രണ്ടിന്റെ ഇമേജസ് എയും സിയും ആണ് എന്ന് വിചാരിക്കുക. ഇങ്ങനെയാണ് ആ ഒരു ഫംഗ്ഷൻ പറയുന്നതെന്ന് റിലേഷൻ പറയുന്നതെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഒന്നിന് കുഴപ്പമില്ല, രണ്ടിന് എയിലും രണ്ടിന് സിയിലും അല്ലെ, രണ്ടിന് രണ്ട് ഇമേജസ് ആണുള്ളത്. ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരു ഇമേജും ഉണ്ട്, സി എന്ന് പറയുന്ന ഇമേജും ഉണ്ട്. ഇത് എന്തല്ല, ഇതൊരു 1 1 ഫംഗ്ഷൻ അല്ല. ഓക്കെ, കാരണം നമ്മുടെ ഇത് പ്രകാരം അല്ലെ, നമ്മളെ ഡെഫിനിഷൻ പ്രകാരം എന്താണ്, എക്സ് എന്ന് പറയുന്ന സെറ്റിലെ എല്ലാ ആൾക്കാർക്കും y എന്ന് പറഞ്ഞ സെറ്റില് എന്തുണ്ടായിരിക്കണം, ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള എലിമെന്റ്സ് ഉണ്ടായിരിക്കണം. പക്ഷേ ഇവിടെ രണ്ടിന് ഇവിടെ എയും ഉണ്ട്, രണ്ടിന് സിയും ഉണ്ട് അല്ലെ, രണ്ടെണ്ണം ഉണ്ട് അല്ലെ. നമുക്ക് ഒരാളെ പാടുള്ളൂ, പക്ഷെ അതെല്ലാം ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കണം. ഓക്കെ, നമുക്ക് നോക്കാം. അങ്ങനെ ഒരു ഫംഗ്ഷൻ 1 1 അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ പറയുന്ന പേരാണ് മെനി വൺ. ഓക്കെ, ഒരു ഫംഗ്ഷൻ 1 1 അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെന്ത് പറയും, മെനി വൺ. അപ്പോൾ ഈ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ മെനി വൺ ഫംഗ്ഷൻ ആണ്, മെനി വൺ. ഓക്കെ, അപ്പോൾ ഈ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, മെനി വൺ ഫംഗ്ഷൻ ആണ്, കാരണം ഇത് 1 1 അല്ല. നമുക്ക് അടുത്ത ജസ്റ്റ് ഒന്ന് നോക്കാം, എക്സാമ്പിൾ നോക്കാം. ഇത് 1 1 ആണോ അല്ലയോ, അല്ലെ, ഇത് 1 1 അല്ല. എന്തുകൊണ്ടാണ്, നമുക്കറിയാം എക്സിലെ എല്ലാ എലമെന്റ്സിനും വൈയിൽ എന്തുണ്ടായിരിക്കണം, ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഇമേജസ് ഉണ്ടായിരിക്കണം. ഇവിടെ 1 നും 3 നും 4 നും ഇമേജസ് ഉണ്ട്, എന്നാൽ 2 ഇമേജ് ഉണ്ടോ, ഇല്ല, 2 ഇമേജ് ഇല്ല. ഇതാണെങ്കിലോ ഇതും 1 1 അല്ല അല്ലെ, ഇതൊക്കെ മെനി വൺ ആണ്, കാരണം ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഇമേജസ് ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ 1ന്റെ ഇമേജ് എത്രയാണ്, എ ആണ്, 2ന്റെ ഇമേജ് എന്ത് തന്നെയാണ്, എ തന്നെയാണ് അല്ലെ. അപ്പോൾ ഇതും എന്തല്ല, ഇതും ഒരു 1 1 എന്ന് പറയുന്ന ഫംഗ്ഷൻ അല്ല. ഓക്കെ, അപ്പോൾ എന്താണ് 1 1 എന്ന് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇത്രയേ ഉള്ളൂ. എക്സ് എന്ന് പറഞ്ഞ സെറ്റിലെ എല്ലാ എലമെന്റ്സിനും വൈ എന്ന് പറഞ്ഞ സെറ്റില് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഇമേജസ് ഉണ്ടായിരിക്കണം. ഓക്കെ, ഇതാണ് ഒരു ഫംഗ്ഷൻ 1 1 ആകണമെങ്കിലുള്ള കണ്ടീഷൻ. നമ്മൾ അതിനെ തെളിയിക്കുന്നത് ഇങ്ങനെയാണ് തെളിയിക്കുന്നത്. എഫ് ഓഫ് x1 f of x2 എന്ന് എടുക്കും, അതിൽ നിന്ന് x1 x2 എന്ന് നമ്മൾ എന്ത് ചെയ്യും, പ്രൂവ് ചെയ്യും. ഓക്കെ, ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഒരു എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ഫംഗ്ഷൻ, ആ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇപ്പോ എക്സാമ്പിൾ 4x + 3 ആണെന്ന് ഇരിക്കട്ടെ. ഒരു ഫംഗ്ഷൻ f of x എന്ന് പറയുന്ന ആ ഫംഗ്ഷൻ എന്ന് പറയുന്നത് 4x + 3 ആണെന്ന് ഇരിക്കട്ടെ. ഈ ഒരു ഫംഗ്ഷൻ 1 1 ആണോ അല്ലയോ എന്ന് നമുക്ക് നോക്കാം. ഈ ഒരു ഫംഗ്ഷൻ എങ്ങനെയാണ് നോക്കുന്നത് അല്ലെ. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ആദ്യം f of x1 f of x2 എന്ന് നമ്മൾ എടുക്കും. അതിൽ നിന്ന് x1 x2 ആണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഇതെന്താണ്, ഇതൊരു 1 1 എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ്. നമുക്ക് നോക്കാം. ഇപ്പോൾ f of x1 അല്ലെ, f of x എത്രയാണ്, 4x + 3 ആണ്. അങ്ങനെയാണെങ്കിൽ f of x1 എത്രയായിരിക്കും, 4x1 + 3. f of x1 f of x2 എന്ന് പറഞ്ഞാൽ എടുത്താണ് നമ്മൾ തെളിയിക്കുന്നത്. ഓക്കെ, അപ്പോൾ f of x2 എത്രയായിരിക്കും, 4x2 + 3 അല്ലെ. നമുക്കറിയാം ഒരു ഇക്വേഷന് അപ്പുറവും ഇപ്പുറവും ഈക്വൽ ആയിട്ടുള്ള ആൾക്കാർ ക്യാൻസൽ ചെയ്ത് പോകും അല്ലെ. അപ്പൊ ഇവിടെ ഒരു 3യും ഇവിടെ ഒരു 3യും ക്യാൻസൽ ചെയ്ത് പോയി, ബാക്കി 4x1 = 4x2 അല്ലെ. ആ 4 ക്യാൻസൽ ആയി പോയി, ബാക്കി x1 = x2. അതുകൊണ്ട് നമുക്ക് എന്തെന്ന് പറയാം, ഈ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് 1 1 ആണ് അല്ലെ. അതായത് ഇത്രയേ ഉള്ളൂ, എല്ലാ ആൾക്കാർക്കും ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഇമേജസ് ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ ഈ 4x + 3 എന്ന് പറയുന്ന ആൾക്കാർക്ക് എന്താണ്, അപ്പുറത്ത് നമ്മളിപ്പോ ഒരു സെറ്റ് പറയുന്നു, ആ സെറ്റിൽ നിന്ന് വേറൊരു സെറ്റിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ, ഒരു ഫംഗ്ഷൻ പറയുമ്പോൾ എന്തായിരിക്കും, അതിന് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഇമേജ്, എല്ലാവർക്കും ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഇമേജസ് ഉണ്ടായിരിക്കും. ഓക്കെ, അതുകൊണ്ട് നമുക്ക് എന്തെന്ന് പറയാം, ഫംഗ്ഷൻ 1 1 ആണെന്ന് പറയാം. അപ്പൊ ആ ഫംഗ്ഷൻ 1 1 അല്ല എന്നുണ്ടെങ്കിൽ അതർവൈസ് ഇറ്റ് ഈസ് കോൾഡ് മെനി വൺ അല്ലെ. അതിനെ പറയുന്ന മറ്റൊരു പേരാണ് അല്ലെ. 1 1 അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും, അതിനെ മെനി വൺ എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ എന്താണ് 1 1, എന്താണ് മെനി വൺ, ഇത്രയും മനസ്സിലായെന്ന് തോന്നുന്നു. എങ്കിൽ നമുക്ക് അടുത്ത് ഓൺ ടു എന്ന് പറയുന്ന ഇതിലോട്ട് പോവാം. നോക്കാം, ഓൺ ടു നോക്കാം. ഓൺ ടു 1 1 പറഞ്ഞതുപോലെ തന്നെയാണ്, എളുപ്പമാണ് ഓൺ ടു എന്ന് പറയുന്നത്. ഓൺ ടു ഇത്രയേ ഉള്ളൂ.
ഇപ്പോൾ ഒരു ഫംഗ്ഷൻ എക്സിൽ നിന്ന് വൈയിലേക്ക് ഒരു ഫംഗ്ഷൻ പറയുന്നു. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇവിടെ രണ്ടാമത്തെ സെറ്റിലെ ആൾക്കാർ അല്ലെ, ഈ രണ്ടാമത്തെ വൈയിലെ ആൾക്കാർക്ക് ഈ എക്സ് എന്ന് പറഞ്ഞ സെറ്റില് അറ്റ്ലീസ്റ്റ് ഒരു പ്രീ ഇമേജ് എങ്കിലും ഉണ്ടായിരുന്നു. അത്രേ ഉള്ളൂ. ഇവിടത്തെ എല്ലാ ആൾക്കാർക്കും അല്ലെ, ഈ രണ്ടാമത്തെ സെറ്റില് വൈ എന്ന് പറയുന്ന സെറ്റിലെ എല്ലാ ആൾക്കാർക്കും തിരിച്ച് എക്സ് എന്ന് പറയുന്ന സെറ്റില് എന്തുണ്ടായിരിക്കണം? അറ്റ്ലീസ്റ്റ് ഒരു പ്രീ ഇമേജ് എങ്കിലും അല്ലെ, അറ്റ്ലീസ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ, കുറഞ്ഞത് അല്ലെ. അപ്പൊ 2 ആകാം 3 ആകാം എത്ര വേണമെങ്കിലും ആകാം. പക്ഷെ കുറഞ്ഞത് എല്ലാ ആൾക്കാർക്കും എന്ത് വേണം? ഒരു പ്രീ ഇമേജ് എങ്കിലും വേണം. നമുക്ക് നോക്കാം ഇത് ഓൺ ടു ആണോ അല്ലേന്ന് നോക്കാം. എക്ക് 2 പ്രീ ഇമേജസ് ഉണ്ട് അല്ലെ, കുഴപ്പമില്ല. ബിക്ക് ഒരു പ്രീ ഇമേജ് ഉണ്ട്, ഡിക്കും ഉണ്ട്, പക്ഷെ സിക്ക് ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇത് എന്തല്ല? ഇത് ഓൺ ടു അല്ല. ഇപ്പൊ ഇത് ഓൺ ടു ആണ്. കാരണം എക്ക് 2 പ്രീ ഇമേജസ് ഉണ്ട്, നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു പ്രീ ഇമേജ് എങ്കിലും വരണമെന്നേ ഉള്ളൂ അല്ലെ. ബിക്കും ഉണ്ട് പ്രീ ഇമേജ് ഉണ്ട്, സിക്കും ഉണ്ട് പ്രീ ഇമേജ് ഉണ്ട്, ഡിക്കും ഉണ്ട് പ്രീ ഇമേജസ് ഉണ്ട് അല്ലെ. അപ്പോൾ ഇത്രേ ഉള്ളൂ. എന്താണ്? രണ്ടാമത്തെ സെറ്റിലെ വൈ എന്ന് പറഞ്ഞ സെറ്റിലെ എല്ലാ എലമെന്റ്സിനും എക്സ് എന്ന് പറയുന്ന സെറ്റില് അറ്റ്ലീസ്റ്റ് ഒരു പ്രീ ഇമേജ് എങ്കിലും ഉണ്ടായിരിക്കണം. ഓക്കെ, അതാണ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തെന്ന് പറയാം? അങ്ങനെയാണെങ്കിൽ ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു ഓൺ ടു എന്ന് പറയുന്ന ഫംഗ്ഷൻ ആയിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഫംഗ്ഷൻ എന്തായിരിക്കും? ഓൺ ടു എന്ന് പറയുന്ന ഫംഗ്ഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മള് 1 1 എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നോക്കി. ആ 1 1 അല്ല എന്നുണ്ടെങ്കിൽ അതെന്താണ്? മെനി 1 ആണ്. ഓൺ ടു എന്ന് പറയുന്ന ഫംഗ്ഷൻ നോക്കി. ഓക്കെ, ഇനി ഒരു ഫംഗ്ഷൻ 1 1 ഉം ഓൺ ടു ആണെന്നുണ്ടെങ്കിൽ അല്ലെ, ഒരു ഫംഗ്ഷൻ 1 1 ഉം ഓൺ ടു ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് എന്ത് പറയാം? 1 1 ആൻഡ് ഓൺ ടു എന്ന് പറയാം. അതിന്റെ മറ്റൊരു പേരാണ് ബൈജക്റ്റീവ്. ഓക്കെ, ഓൺ ടു എന്ന് പറയുന്ന ഫംഗ്ഷന്റെ മറ്റൊരു പേരാണ് സർജക്റ്റീവ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ എക്സാമിന് ചോദിക്കുന്നത് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നത് ചെക്ക് ദ ഇൻജക്ടിവിറ്റി അല്ലെങ്കിൽ ചെക്ക് ദ സർജക്ടിവിറ്റി എന്നൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, ഇൻജക്ടിവിറ്റി എന്ന് പറയുകയാണെങ്കിൽ ആ ഫംഗ്ഷൻ 1 1 ആണോ എന്ന് പ്രൂവ് ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ സർജക്ടിവിറ്റി എന്നായിരിക്കും ചോദിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇത് ഓൺ ടു ആണോ എന്നായിരിക്കും ചോദിക്കുന്നത്, അല്ലെങ്കിൽ ബൈജക്റ്റീവ് ആണോ എന്ന് ചോദിക്കും, അല്ലെങ്കിൽ എന്തെന്ന് പറയും അത് 1 1 ആൻഡ് ഓൺ ടു 1 1 ഉം ഓൺ ടു ആണെന്ന് തെളിയിക്കാനായിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. നമുക്ക് ഒന്നുകൂടെ നോക്കാം. 1 1 എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള എക്സ് എന്ന് പറഞ്ഞ സെറ്റിലെ എല്ലാ എലമെന്റ്സിനും വൈയിലെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള എലമെന്റ്സ് ഇമേജസ് ഉണ്ടായിരിക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ അതിനെ മിനി 1 എന്ന് പറയും. ഓക്കെ, ഓൺ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ സെറ്റിലെ അല്ലെങ്കിൽ വൈ എന്ന് പറയുന്ന സെറ്റിലെ എല്ലാ എലമെന്റ്സിനും എന്താണ് അറ്റ്ലീസ്റ്റ് ഒരു പ്രീ ഇമേജ് എങ്കിലും എക്സ് എന്ന് പറഞ്ഞ സെറ്റിൽ ഉണ്ടായിരിക്കണം അല്ലെ. ഒരു ഫംഗ്ഷൻ 1 1 ഉം ഓൺ ടു ആണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? അത് 1 1 ആൻഡ് ഓൺ ടു, അല്ലെങ്കിൽ അത് ബൈജക്റ്റീവ് ആണെന്ന് പറയാൻ നോക്കാം. അല്ലെ, ഇതൊരു ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണ്, അല്ലെങ്കിൽ ഇത് ബൈജക്റ്റീവ് ആണെന്ന് പറയാം. കാരണം ഒന്നിന് ഇമേജ് ഉണ്ട്, 2ന് ഇമേജ് ഉണ്ട്, 3ന് ഇമേജ് ഉണ്ട് അല്ലെ, ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഇമേജസ് ഉണ്ട് അല്ലെ. അപ്പോൾ ഇതെന്താണ്? ഇത് 1 1 ആണ്. തിരിച്ചു പറഞ്ഞാൽ അവർക്ക് എല്ലാവർക്കും എന്താണ്? അറ്റ്ലീസ്റ്റ് ഒരു പ്രീ ഇമേജ് എങ്കിലും ഉണ്ട്. അതുകൊണ്ട് ഇതെന്താണ്? ഇത് ഓൺ ടു എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ് അല്ലെ. അപ്പൊ ഇത് 1 1 ഉം ഓൺ ടു ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ന് പറയാം ഇത് 1 1 ആൻഡ് ഓൺ ടു ആണ്, അല്ലെങ്കിൽ ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണെന്ന് പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാം. ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? കൂടുതലായിട്ട് വ്യക്തമാവും. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. നമുക്ക് നോക്കാം എന്താണ് ക്വസ്റ്റ്യൻ നോക്കാം. ഷോ ദാറ്റ് എസ് ടി എന്നിട്ടേക്കുന്നത് ഷോ ദാറ്റ് എന്നാണ്. ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ f from n to n given by f of x is equal to 2x is 1 1 but not on to. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇത്രേ ഉള്ളൂ. ഒന്നാമത്തെ നാച്ചുറൽ നമ്പർ എന്ന് പറയുന്ന സെറ്റ് ഉണ്ട്, അതിൽ നിന്ന് നാച്ചുറൽ നമ്പറിൽ നിന്ന് മറ്റൊരു സെറ്റ് ഉണ്ട് അല്ലെ. ആ സെറ്റിലേക്ക് ഒരു ഫംഗ്ഷൻ പറയുകയാണ്. ആ ഫംഗ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്? ഫംഗ്ഷൻ 2x ആണ്. ഓക്കെ, അപ്പോൾ ഈ ഫംഗ്ഷൻ ഈസ് 1 1 അല്ലെ, അത് 1 1 ആണ് ബട്ട് നോട്ട് ഓൺ ടു അല്ലെ. അപ്പൊ ഈ ഫംഗ്ഷൻ എന്തല്ല? ഓൺ ടു അല്ല എന്ന് വേണം തെളിയിക്കാൻ. ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ. ഒരു ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഈ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പറിൽ നിന്ന് നാച്ചുറൽ നമ്പർ എന്നുള്ള സെറ്റിലേക്കാണ് ഫംഗ്ഷൻ പറയുന്നത്. ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് 2x ആണ്. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 2x എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അത് 1 1 ആണ് ബട്ട് എന്തല്ല? അത് ഓൺ ടു അല്ല എന്നാണ് പ്രൂവ് ചെയ്യാനുള്ളത്. ശരി, നമുക്ക് നോക്കാം. അപ്പൊ 1 1 ആണെന്നുള്ള കണ്ടീഷൻ നമുക്ക് അറിയാം. എന്താണ്? എഫ് ഓഫ് എക്സ് 1 is equal to എഫ് ഓഫ് എക്സ് 2 ആയിരിക്കും. അതിൽ നിന്ന് x1 is equal to x2 ആയിരിക്കും. അങ്ങനെ പ്രൂവ് ചെയ്യാം അല്ലെ. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ
ഈ നാച്ചുറൽ നമ്പർ എന്ന് പറയുന്ന സെറ്റിലെ എല്ലാ എലമെന്റ്സിനും അപ്പുറത്തെ നാച്ചുറൽ നമ്പർ എന്ന് പറയുന്ന സെറ്റിലെ എല്ലാ എലമെന്റ്സ് അല്ലെ അതിൽ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഇമേജസ് ഉണ്ടായിരിക്കണം. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പൊ നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയാം എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 2x ആണ് അല്ലെ. ഇപ്പോൾ ഞാൻ എക്സിന് 1 കൊടുക്കുന്നു, നമ്മൾ എക്സിന് ഞാൻ 1 കൊടുക്കുന്നു അല്ലെ. അപ്പോൾ കിട്ടുന്ന ഇതിപ്പോ ഞാൻ കൊടുക്കുന്ന ആള് ഡൊമൈൻ ആണ്, നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആള് റേഞ്ച് ആണ് അല്ലെ. അപ്പൊ ഇതിനകത്തെ എലമെന്റ്സ് നമ്മൾ ഡൊമൈൻ എന്നാണ് പറയുന്നത്, ഇതിനകത്തെ എലമെന്റ്സ് നമ്മൾ റേഞ്ച് എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ ഞാൻ ഡൊമൈൻ ആയിട്ട് 1 കൊടുക്കുന്നു, അപ്പോൾ കിട്ടുന്ന വാല്യൂ 2 × 1 2 അല്ലെ. അപ്പോൾ കിട്ടുന്ന റേഞ്ച് എത്രയാണ്? 2 അല്ലേ. അപ്പൊ ഞാനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലെ. 1 കൊടുക്കുമ്പോൾ 2 കിട്ടും. അടുത്ത ഞാൻ ഡൊമൈൻ ആയിട്ട് 2 കൊടുക്കും, നാച്ചുറൽ നമ്പേഴ്സ് ആണ്, അതുകൊണ്ടാണ് 1 2 3 അങ്ങനെ പോകുന്നത് അല്ലെ. നാച്ചുറൽ നമ്പേഴ്സ് 1 2 3 4 5 അങ്ങനെയാണ് പോകുന്നത് അല്ലെ. അടുത്ത നാച്ചുറൽ നമ്പർ കൊടുത്തു 2, അപ്പൊ 2x ആണ് അല്ലെ. അപ്പോൾ എത്ര കിട്ടണം? 4 കിട്ടണം അല്ലെ. 4 കിട്ടി. അടുത്ത ഞാൻ 3 കൊടുക്കുന്നു, അപ്പോൾ അവിടെ എത്ര വരും? 6 വരും അല്ലെ. അപ്പൊ ഞാൻ ഇവിടെ ഡൊമൈൻ ആയിട്ട് ആരെ കൊടുത്തിരുന്നാലും അപ്പുറത്ത് അതിന്റെ ഇരട്ടിയായിട്ടുള്ള ആളല്ലേ കിട്ടിക്കൊണ്ടിരിക്കുക. അപ്പൊ റേഞ്ച് ആയിട്ട് കിട്ടുന്നത് 2x ആണ്, കാരണം x കൊടുക്കുമ്പോൾ 2x ആണ് കിട്ടുന്നത്. അപ്പോ ഞാൻ ഡൊമൈൻ ആയിട്ട് ഏത് നാച്ചുറൽ നമ്പർ കൊടുത്തിരുന്നാലും റേഞ്ച് ആയിട്ട് കിട്ടുന്ന അതിന്റെ ഇരട്ടിക്കല്ലേ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. അതായത് ചുരുക്കി പറഞ്ഞാൽ ഇവിടുത്തെ എല്ലാ ആൾക്കാർക്കും അവിടെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഒരു ഇമേജ് കിട്ടിക്കൊണ്ടിരിക്കുകയല്ലേ അല്ലേ. അല്ല വല്ല മാറ്റം ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇതെന്താണ്? 1 1 ആണെന്ന് പറയാം. നമുക്ക് അതെങ്ങനെ എഴുതാം? എഫ് ഓഫ് x1 എഫ് ഓഫ് x2 എന്നാണ് നമ്മൾ എഴുതുന്നത് അല്ലേ. അതിൽ നിന്ന് x1 x2 എന്ന് പ്രൂവ് ചെയ്യുന്നു. അപ്പോൾ എഫ് ഓഫ് x1 നമ്മുടെ ഫംഗ്ഷൻ 2x ആണ് അല്ലേ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 2x1 = 2x2. അതിൽ നിന്ന് 2 ക്യാൻസൽ ചെയ്ത് പോയാൽ ബാക്കി ആരാണ്? x1 = x2 അല്ലേ. അപ്പോൾ ഈ ഫംഗ്ഷൻ എന്താണ്? അപ്പോ നാച്ചുറൽ നമ്പറിൽ നിന്ന് നാച്ചുറൽ നമ്പറിലേക്ക് പറയുന്ന ഈ ഫംഗ്ഷൻ 2x എന്ന് പറയുന്ന ഈ ഫംഗ്ഷൻ എന്താണെന്ന് പറയാം? ഇതൊരു 1 1 എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണെന്ന് പറയാം. ഓക്കെ, എന്തുകൊണ്ടാണെന്ന് മനസ്സിലായല്ലോ. കാരണം ഈ നാച്ചുറൽ നമ്പറിലെ എല്ലാ എലമെന്റ്സിനും അവിടുത്തെ നാച്ചുറൽ നമ്പർ എന്ന സെറ്റിലേക്ക് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഇമേജസ് ഉണ്ട്. ഓക്കെ, അടുത്ത നമുക്ക് നോക്കാം, ഇത് ഓൺ ടു ആണോ അല്ലയോ നോക്കണം അല്ലെ. ഓൺ ടു അല്ലെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത് അല്ലെ. 1 1 ആണ് ബട്ട് നോട്ട് ഓൺ ടു എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ 1 1 ആണെന്ന് തെളിയിച്ചു കഴിഞ്ഞു അല്ലെ. അപ്പൊ ഇത് ഓൺ ടു അല്ലെന്ന് പ്രൂവ് ചെയ്യണം. നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ കിട്ടുന്ന അല്ലെ റേഞ്ച് 2x ആണ്, അപ്പോൾ ഇവിടെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ x ആണ് അല്ലെ. നമുക്കറിയാം ഇവിടെ ഈ 1 എന്ന് പറയുന്ന ആൾ ഇവിടെ 1 എടുക്കുമ്പോൾ 2 കിട്ടുന്നു, 2 എടുക്കുമ്പോൾ 4 കിട്ടുന്നു, 3 എടുക്കുമ്പോൾ 6 കിട്ടുന്നു അല്ലെ. അപ്പോൾ ഇവിടെ നാച്ചുറൽ നമ്പേഴ്സ് കൊടുക്കുമ്പോൾ നമുക്ക് അവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്ന റേഞ്ച് എന്ന് പറയുന്നത് ഇവൻ നാച്ചുറൽ നമ്പേഴ്സ് ആണ് അല്ലെ. ചുരുക്കി പറഞ്ഞാൽ അവിടുത്തെ ഓഡ് നാച്ചുറൽ നമ്പേഴ്സിന് എന്തില്ല? തിരിച്ച് ഈ n എന്ന് പറയുന്ന സെറ്റിൽ എന്തില്ല? പ്രീ ഇമേജ് ഇല്ല. എക്സാമ്പിൾ ഞാൻ ഇപ്പൊ 1 എടുക്കുന്നു അല്ലെ. 1 എന്ന് പറയുന്നത് ഈ n എന്ന് പറയുന്ന സെറ്റിലെ ഒരു എലമെന്റ് ആണ്, അതാണ് ഞാൻ 1 എലമെന്റ് ഓഫ് n എന്ന് എഴുതിയിരിക്കുന്നത് അല്ലെ. അപ്പോൾ ഈ 1 എന്ന് പറയുന്നത് n എന്നുള്ള സെറ്റിലെ എലമെന്റ് ആണ് അല്ലെ. അപ്പോൾ ആ 1-ന് അല്ലെ ഈ ഫംഗ്ഷൻ 2x ആകത്തക്ക രീതിയിൽ അല്ലെ, ഈ 1-ന് ഈ ഫംഗ്ഷൻ 2x ആകത്തക്ക രീതിയിൽ എന്തില്ല? തിരിച്ചൊരു പ്രീ ഇമേജ് ഇല്ല അല്ലെ. ചുരുക്കി പറഞ്ഞാൽ ഈ n എന്ന് പറയുന്ന സെറ്റിലെ 1 എന്നുള്ള എലമെന്റ്സിന് അല്ലെങ്കിൽ ഈ ഓഡ് നാച്ചുറൽ നമ്പേഴ്സിന് എന്തില്ല? തിരിച്ച് ഈ n എന്ന് പറയുന്ന സെറ്റിലേക്ക് പ്രീ ഇമേജസ് ഇല്ല. അതുകൊണ്ട് തന്നെ എന്തല്ല? ഈ ഫംഗ്ഷൻ എന്തല്ല? ഇത് ഓൺ ടൂം അല്ല അല്ലെ. അപ്പോൾ ഇത് 1 1 ആണ്, ഇത് ഓൺ ടൂം അല്ല. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വരുന്നതെന്ന് മനസ്സിലായല്ലോ. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് വരും, നമുക്ക് നോക്കാം. ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് നോക്കാം. നമുക്കിനി ഇത് മനസ്സിലായെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതാണ് show that the function f from R to R is given by f of x = x² is neither 1 1 nor on 2 അല്ലേ. അപ്പോൾ ഇവിടെ റിയൽ നമ്പറിൽ നിന്ന് റിയൽ നമ്പറിലേക്കുള്ള ഒരു മറ്റൊരു ഇതാണ് പറയുന്നത് ഫംഗ്ഷൻ ആണ് പറയുന്നത്. ഈ ഫംഗ്ഷൻ എന്തല്ല? ഈ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ എത്രയാണ്? x². f of x എന്ന് പറഞ്ഞാൽ x² ആണ് അല്ലേ. അപ്പോൾ ഈ ഫംഗ്ഷൻ neither 1 1 nor on 2, ഇത് 1 1 ഉം അല്ല ഓൺ 2 ഉം അല്ല. അങ്ങനെയാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ. നമുക്ക് നോക്കാം. 1 1 ആവണമെന്നുള്ള കണ്ടീഷൻ നമുക്ക് അറിയാമല്ലോ. എന്താണ്? ഇവിടെയുള്ള എല്ലാ ആൾക്കാർക്കും എന്ത് വേണം? അവിടെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഇമേജസ് ഉണ്ടായിരിക്കണം. നമുക്ക് നോക്കാം. ഇപ്പോൾ f of x x² ആണ് അല്ലേ. നമുക്ക് അപ്പോൾ f of -1 എത്രയായിരിക്കും അല്ലെ. f of -1 അതായത് x-ന് നമ്മൾ -1 എടുത്താൽ കിട്ടുന്ന വാല്യൂ എത്രയായിരിക്കും? ഫംഗ്ഷൻ x² ആണ്, അപ്പൊ -1ന്റെ സ്ക്വയർ എത്രയാണ്? 1 ആണ് അല്ലേ. അപ്പൊ f of -1 എത്രയാണ്? 1 ആണ്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുന്നതേ ഉള്ളൂ. അപ്പോൾ -1 കൊടുത്താൽ കിട്ടുന്ന ഇമേജ് 1 ആയിരിക്കും. നമുക്ക് നോക്കാം. x-ന് പകരം ഞാൻ 1 കൊടുക്കുന്നു അല്ലേ. -1 കൊടുത്തു, ഇപ്പോൾ 1 കൊടുക്കുന്നു. ഈ 1ന്റെ സ്ക്വയർ എത്ര തന്നെയാണ്? 1 തന്നെയാണ് അല്ലേ. അപ്പോൾ f of -1 ഉം f of 1 ഉം എത്ര തന്നെയാണ്? 1 അല്ലേ. അപ്പോൾ f of -1 കൊടുത്തിരുന്നാൽ, അതായത്
നമ്മള് ഈ റിയൽ നമ്പറിൽ ഒരു -1 എന്ന് പറയുന്ന ആൾ കൊടുത്തിരുന്നാലും 1 എന്ന് പറയുന്ന ആൾ കൊടുത്തിരുന്നാലും കിട്ടുന്ന ഇമേജ് എന്തായിരിക്കും? സെയിം ആയിരിക്കും അല്ലെ? നമുക്കറിയാലോ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഇമേജസ് ഉണ്ടാകണം, അതാണ് നമ്മുടെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് അല്ലെ? എന്നാൽ ഇവിടെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഇമേജസ് ആണോ? അല്ല. അപ്പൊ ഇതുപോലെ -2നും 2നും സെയിം ഇമേജസ് ആയിരിക്കും 4 എന്ന് പറയുന്നത് അല്ലെ? -3നും 3നും സെയിം ഇമേജ് ആയിരിക്കും അല്ലെ? അപ്പോൾ നെഗറ്റീവ് ഇൻഡിജറും പോസിറ്റീവ് ഇൻഡിജറും ഒരുപോലുള്ള നെഗറ്റീവും പോസിറ്റീവ് ഇൻഡിജേഴ്സ് എടുത്താൽ അവിടെ കിട്ടുന്ന ഇമേജ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഫോർ എക്സാമ്പിൾ -1ന്റെ കേസ് പറഞ്ഞു എന്നേ ഉള്ളൂ അല്ലെ? അപ്പോൾ എന്താണ് ഇത് 1 1 ആണോ? അല്ല. എന്തുകൊണ്ടാണ്? കാരണം ഏതെങ്കിലും 2 എലമെന്റ്സിന് സെയിം ആയിട്ടുള്ള ഇതുണ്ടോ, ഇമേജസ് ഉണ്ടെങ്കിൽ അത് 1 1 അല്ല അല്ലെ? അപ്പോൾ ഇവിടെ -1നും 1നും എന്താണ് സെയിം ആയിട്ടുള്ള ഇമേജ് ഉണ്ട് അല്ലെ? അപ്പൊ നമുക്ക് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഇമേജസ് ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് പറയാൻ പറ്റത്തുള്ളൂ? ഇത് 1 1 ആണെന്ന് പറയാൻ പറ്റത്തുള്ളൂ അല്ലെ? പക്ഷെ ഇവിടെ എന്തല്ല, ഇത് 1 1 അല്ല. കാരണം ഇവിടെ -1 എടുത്തിരുന്നാലും 1 എടുത്തിരുന്നാലും അതിന്റെ ഇമേജ് എന്ന് പറയുന്നത് എത്രയാണ്? 1 തന്നെയാണ് അല്ലെ? അപ്പൊ രണ്ടിനും സെയിം ഇമേജ് വന്നിട്ടുണ്ട് അല്ലെ? ഡിസ്റ്റിങ്ക്റ്റ് ഇമേജ് വന്നിട്ടില്ല. അതുകൊണ്ട് നമുക്ക് എന്തെന്ന് പറയാം? ഇത് 1 1 അല്ല എന്ന് പറയാം അല്ലെ? കാരണം x² ആണ് നമ്മുടെ ഫംഗ്ഷൻ. അപ്പൊ -1ന്റെ സ്ക്വയർ 1 ആണ്, 1ന്റെ സ്ക്വയർ 1 ആണ് അല്ലെ? അപ്പൊ സെയിം ഇമേജ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ? സെയിം ഇമേജ് അവർക്ക് രണ്ടുപേർക്കും കിട്ടി അല്ലെ? അപ്പൊ ഡിസ്റ്റിങ്ക്റ്റ് അല്ലാത്തത് കൊണ്ട് തന്നെ ഇതെന്തല്ല? 1 1 അല്ല. ഓക്കെ, നമുക്ക് ഇനി ഓൺ ടു പ്രൂവ് ചെയ്യാം. അത് ഓൺ ടു ആണോ അല്ലേ? ഓൺ ടു അല്ല എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ f of x x² ആണെങ്കിൽ അല്ലെ? അപ്പൊ x²ന്റെ റൂട്ടാണ് x എന്ന് പറയുന്നത് അല്ലെ? അപ്പോൾ ഇവിടെയുള്ള ആളിന്റെ റൂട്ട് ആയിരിക്കണം ഇവിടെ. നമുക്കറിയാം 1ന്റെ റൂട്ട് ആണല്ലോ -1, 1ന്റെ റൂട്ട് ആണല്ലോ 1 അല്ലെ? അതായത് നമുക്ക് കുറഞ്ഞത് ഒരു പ്രീ ഇമേജുകൾ ഉണ്ടായാൽ മതിയല്ലോ. രണ്ടാമത്തെ സെറ്റിലുള്ള എലമെന്റ്സിന് ഒന്നാമത്തെ സെറ്റില് ഒരു പ്രീ ഇമേജ് എങ്കിലും അല്ല, അറ്റ്ലീസ്റ്റ് 1 പ്രീ ഇമേജ് ഉണ്ടായിരിക്കണം അല്ലെ? ഇവിടെ 1ന് 2 പ്രീ ഇമേജസ് ഉണ്ട്, അതുപോലെ 2ന് പ്രീ ഇമേജ് ഉണ്ടല്ലോ, റൂട്ട് 2 പ്രീ ഇമേജസ് ഉണ്ട് അല്ലെ? 3ന് പ്രീ ഇമേജ് ഉണ്ട്. ഇവിടെ എടുത്തിരുന്ന അല്ലെ 0ക്ക് ഉണ്ട് പ്രീ ഇമേജ് ഉണ്ട് അല്ലെ? അപ്പൊ അവിടെ പോസിറ്റീവ് നമ്പർ ഏതെടുത്തിരുന്നാലും പ്രീ ഇമേജസ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും അല്ലെ? എന്നാൽ നെഗറ്റീവ് നമ്പറിന് പ്രീ ഇമേജ് ഉണ്ടോ? കാരണം -1ന് റൂട്ട് ഉണ്ടോ അല്ലെ? കാരണം ഇവിടെ ഉള്ള ആൾ x² ആണ്. അപ്പൊ തിരിച്ചു പറയുമ്പോൾ അതിന്റെ റൂട്ട് ആയിരിക്കണം കിട്ടേണ്ടത് അല്ലെ? -2ന് റൂട്ട് ഉണ്ടോ? ഒരിക്കലും നെഗറ്റീവ് നമ്പേഴ്സിന്റെ റിയൽ റൂട്ട്സ് ഇല്ല, അതിന് ഇമാജിനറി റൂട്ട്സ് ആണ് നമ്മൾ പറയുന്നത്. +1 നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ റിയൽ റൂട്ട്സ് ഉണ്ടോ? ഇല്ല, റിയൽ റൂട്ട്സ് ഇല്ല. ഓക്കെ, അപ്പോൾ ഇവിടെ -1 മൈനസ് സംഖ്യ അല്ലെ? അതായത് ഇവിടെ നെഗറ്റീവ് ഇൻഡിജേഴ്സിന് എന്തില്ല? രണ്ടാമത്തെ സെറ്റിലെ നെഗറ്റീവ് ഇൻഡിജേഴ്സിന് ഒന്നാമത്തെ സെറ്റിലേക്ക് എന്തില്ല? പ്രീ ഇമേജസ് ഇല്ല അല്ലെ? അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെന്ന് പറയാം? ഈ ഫംഗ്ഷൻ എന്തല്ല? ഓൺ ടൂം അല്ല. ഓക്കെ, അപ്പോൾ ഈ രണ്ടാമത്തെ സെറ്റിലുള്ള നെഗറ്റീവ് ഇൻഡിജേഴ്സിന് ഒന്നാമത്തെ സെറ്റിലേക്ക് എന്തില്ല? പ്രീ ഇമേജസ് ഇല്ല അല്ലെ? നെഗറ്റീവ് ഇൻഡിജേഴ്സ് അല്ല, നെഗറ്റീവ് നമ്പേഴ്സിന് അല്ലെ? ഏതൊരു നെഗറ്റീവ് നമ്പർ എടുത്തിരുന്നാലും അതിനെന്തില്ല? തിരിച്ച് ഒന്നാമത്തെ സെറ്റിലേക്ക് പ്രീ ഇമേജസ് ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെന്ന് പറയാം? ഇത് എന്തല്ല? ഇത് ഓൺ ടൂം അല്ല. ഈ ഫംഗ്ഷൻ ഓൺ ടൂം അല്ല. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് നല്ല ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എക്സസൈസ് 1.2 എടുത്ത് ചെയ്യുക അല്ലെ? അപ്പോൾ അതിൽ കുറച്ചുകൂടെ ധാരാളം ക്വസ്റ്റ്യൻസ് ഉണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. നിങ്ങൾ നമ്പർ അതിൽ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ചോദിക്കുക. അതിൽ ക്വസ്റ്റ്യൻസ് 1.2 ക്വസ്റ്റ്യൻസ് നോക്കുക. പിന്നെ വേറെ എന്തെങ്കിലും ഗൈഡോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിൽ കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് നോക്കുക. കാരണം +2ന് ആദ്യത്തെ ചാപ്റ്റർ വളരെ എളുപ്പമാണ്, അങ്ങോട്ട് പോകുന്നതോറും കുറച്ച് പാടാണ്. അപ്പോൾ ആദ്യം ഇതൊക്കെ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് പോകുന്നവർക്കും വളരെ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇനിയും ഇതിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത സെക്ഷൻ നമുക്ക് എന്ത് ചെയ്യാം? പഠിക്കാം.